അസ്സലാമലൈക്കും. എല്ലാവർക്കും സലു കിച്ചന്റെ ഈദ് മുബാറക്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ ചോപ്സ് ആണ്. ഇത് നമുക്ക് ഒറോട്ടിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും അല്ലെങ്കിൽ ഇടിയപ്പമോ ഇതൊന്നും അല്ലെങ്കിൽ കുബൂസിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇപ്പൊ ഗൾഫില് ബാച്ചിലേഴ്സിനൊന്നും ചിലപ്പം ഇടിയപ്പമോ പത്തിരിയോ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ കുബൂസും ഈ മട്ടൺ ചോപ്സും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ ഇന്നലെ വനിതയുടെ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. എന്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ഈ ലക്കത്തെ വനിതയാണ്. അപ്പം ഈ ലക്കത്തെ വനിതയില് 4 വ്ളോഗേഴ്സിനെ കുറിച്ചുള്ള ഫീച്ചർ ഉണ്ട്. അപ്പൊ ഈ 4 പേരില് ഒരാളാണ് സലു കിച്ചൻ. അപ്പം എനിക്ക് ഇത്രയും വലിയൊരു മാഗസിനിൽ അംഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് ഞാൻ വനിതയോടും എന്നെ ഇന്റർവ്യൂ ചെയ്ത അമ്മുവിനോടും വ്യൂവേഴ്സായ നിങ്ങളോടും നന്ദി രേഖപ്പെടുത്തുവാണ്. ഈ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. ഇപ്പം വനിത വാങ്ങിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ലക്കത്തെ വനിത വാങ്ങിച്ച് ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പൊ നമുക്ക് ഈ മട്ടൺ ചോപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മട്ടൺ ചോപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 കിലോ മട്ടൺ നന്നായിട്ട് വാഷ് ചെയ്ത് ഇതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുവാണ്. ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ മൂടിയിട്ട് വെയിറ്റ് ഇട്ട് 2 വിസിൽ വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് 2 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനുള്ളിലെ സ്റ്റീമൊക്കെ പോയ ശേഷം മാത്രമേ വെയിറ്റ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇത് ഓപ്പൺ ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം, ഒട്ടും വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കരുത്. ഞാനിപ്പോൾ ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് ഗ്രേവി വരും, അത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, മട്ടൺ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിപ്പോൾ ഗ്രേവി ഉണ്ട്. ഈ ഗ്രേവി ഇനിയൊന്ന് വറ്റിച്ചെടുക്കണം. ഇവിടെ ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കി ഇതെങ്ങനെയാണ് ചോപ്സ് ആക്കുന്നതെന്ന് നോക്കാം. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 ഗ്രാമ്പൂവും 2-3 പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ മീഡിയം സൈസ് 4 സവാള സ്ലൈസ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് നമുക്ക് ഈ മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഓൾറെഡി നമ്മൾ മട്ടണിൽ ഉപ്പിട്ടതാണ്, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ട് വരാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും ഒക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്തെടുത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ചേർത്ത പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോയും സവാളയും എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ മട്ടൺ ചോപ്സ് ഉണ്ടാക്കാൻ ഇതുപോലെ ഇരുമ്പ് ചട്ടിയാണ് എപ്പോഴും നല്ലത്. ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇരുമ്പ് ചട്ടി ആകുമ്പം കറക്റ്റ് ആ ഒരു ചൂടും ആ ഒരു പാകം നമുക്ക് ഈ ഉണ്ടാക്കുമ്പോൾ കിട്ടും. ഇതിങ്ങനെ കുറച്ചിങ്ങനെ നമ്മൾ വരട്ടി കളർ ഒന്ന് ചേഞ്ച് ആവുന്നവരെ ഒന്ന് വരട്ടി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ്റെ പീസസ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം.
നമ്മൾ ഈ മട്ടൺ ചേർത്ത ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇതിവിടെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. കണ്ടോ, മട്ടൺ ചോപ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മട്ടൺ ചോപ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ഒറോട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചോപ്സാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അലമുള്ള ചൂട ചിരിപുരി ഈര ചിരത്തടയാ അയ അയ